എന്താ മോളെ കൊണ്ടുപോകാൻ വന്നാണോ? അവള് ഉറങ്ങി. ഇനിയിപ്പോ ഇവിടെ കിടന്നോട്ടെ. അല്ല, ഞാൻ അതിനല്ല വന്നത്. അവള് നേരത്തെ പറഞ്ഞത് സോറി. അവൾക്ക് അവളുടെ മമ്മയുടെ പോലെ തോന്നിക്കാണ് ചിലപ്പോൾ. സോറി. ഹേയ്, അതിനെന്താ ഇപ്പോ? അവൾ കുഞ്ഞല്ലേ, അങ്ങനെ വിളിച്ചോട്ടെ. എന്നാ പിന്നെ അവളിന്ന് ഇവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോ എടുത്ത് ഉണരണ്ടല്ലോ. അവിടെ കിടന്നോട്ടെ. പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവളെന്താ ഒരു പരിചയമില്ലാത്ത പോലെ ഇങ്ങനെ. ഇനി ഇവൾക്ക് എന്നെ ഓർമ്മയില്ലായിരിക്കുമോ? ചിലപ്പോൾ ഓർമ്മ കാണില്ല, അന്ന് കുഞ്ഞല്ലായിരുന്നോ? എന്താ മോളു? മമ്മ ഇതെങ്ങോട്ടാ റെഡി ആയിട്ട് പോകുന്നേ? അതോ, മമ്മയും മീനു ചേച്ചിയും കൂടെ അമ്പലത്തിൽ പോവാ. എന്താ മോള് വരുന്നോ? ഞാനുണ്ടല്ലോ. എങ്കിൽ മോള് പോയിട്ട് പപ്പയോട് ചോദിച്ചിട്ട് വാ. മമ്മ, ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വരാലോ. മോളെ പതുക്കെ പോ, ഇങ്ങനെ ഓടാതെ. എന്താ? ഞാനേ മമ്മയുടെയും മീനച്ചിച്ചിന്റെയും കൂടെ അമ്പലത്തിൽ പോയിക്കോട്ടെ. അമ്പലത്തിലോ? ഞാൻ പോട്ടെ, ടൈമില്ല പപ്പ, പെട്ടെന്ന് പറ. നീ എപ്പോഴാ എണീറ്റ്? കുറേ സമയമായല്ലോ. എന്റെ മമ്മ എണീപ്പിച്ചതാ, എന്നിട്ട് കുളിപ്പിച്ചല്ലോ. അയ്യോ, എന്താ ഇട്ടേക്കുന്നെ? പട്ടുപാവടയോ? കൊള്ളാലോ ഇത്. മമ്മയാണ് ഒരുക്കി തന്നെ. കൊള്ളാവോ? പിന്നെ സുന്ദരിയായല്ലോ. അതെന്താന്നറിയോ പപ്പ? മമ്മ ഒരുക്കി തന്നതുകൊണ്ടാ. മമ്മയെ പോലെ തന്നെ ഇപ്പൊ ഞാനും സുന്ദരിയായില്ലേ? ശരി ശരി, എന്നാ പിന്നെ ചെല്ല്, അവര് നിന്നെ വെയിറ്റ് ചെയ്യായിരിക്കും. ശരി പപ്പ, മോൾ പോയിട്ട് വരാട്ടോ. എങ്കിൽ നമുക്ക് പോവാം. ഓക്കെ മാമ. ആഹാ, കാന്താരിപ്പനും ഉണ്ടല്ലോ കൂടെ. അതെല്ലോ, ഞാനും ഉണ്ടല്ലോ. എങ്കിൽ മോള് മുത്തശ്ശിമാരോടൊക്കെ പറ. മുത്തശ്ശി, അപ്പച്ചി മുത്തശ്ശി, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ. ആഹാ, ഇത് കാന്താരിപ്പനും പോകുന്നുണ്ടോ ഇന്ന്? മുത്തശ്ശിക്ക് എന്താ കൊണ്ടുവരാ? മിഠായി കൊണ്ടുവരാലോ. അയ്യോ, അമ്പലത്തിൽ നിന്ന് മിഠായിയാണോ കൊണ്ടുവരുന്നേ? പിന്നെ എന്താ മമ്മ അവിടുന്ന് കിട്ടുന്നേ? പ്രസാദം കൊണ്ടുവരുന്ന പറ. പ്രസാദം കൊണ്ടുവരാട്ടോ മുത്തശ്ശി. ഓ, ആയിക്കോട്ടെ. അമ്മ, കൊച്ചമ്മ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ശരി മക്കളെ, ചെല്ല്. മോനെ കിച്ചു, ചായ എടുത്ത് വെച്ചിട്ടുണ്ടടാ. പച്ചി, അല്ല അവര് വന്നില്ലേ? ഹേയ്, എത്തിയിട്ടില്ല. കൊച്ചുപെണ്ണ് അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കറങ്ങി ചുറ്റി എത്തിക്കോളും. നീ ഇരിക്കേ. അല്ല പച്ചി, മനുവിന്റെ വല്ല വിവരമുണ്ടോ? ഹോ, അവന് വരത്തില്ല നിന്നെ പോലെ തന്നെ. ബിസിനസ്. എല്ലാവർക്കും ജോലി, ബിസിനസ്, ഇതൊക്കെ തന്നെ. ഇവിടെ വീട്ടിൽ കാത്തിരിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള വിചാരമൊന്നുമില്ല. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ വന്നു പറഞ്ഞു. അപ്പൊ പിന്നെ ഇന്നോ നാളെ ആയിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, അവന്റെ ഫോണിലേക്ക് കോള് പോകുന്നില്ലല്ലോ. അത് നീ അറിഞ്ഞിട്ടില്ലേ? അവന്റെ ഫോൺ കളഞ്ഞു പോയടാ. ഇപ്പൊ പുതിയ സിമ്മ, അതിൽ ഒട്ടുമിക്ക പേരുടെ നമ്പർ ഇല്ല. ഇവിടെ എനിക്ക് മാത്രമേ വിളിക്കാറുള്ളൂ. എത്ര കാലമായി അവനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും. ഇന്നലെ അവൻ കോൾ ചെയ്തപ്പോ എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ നോക്കിയതാടാ, നീ കിടന്നായിരുന്നു. പിന്നെ ഇന്നലെ വന്നതല്ലേ, ക്ഷീണം കാണുമെന്ന് കരുതി ഞാൻ വിളിക്കാതിരുന്നതാ. മുത്തശ്ശി, ഞങ്ങള് വന്നല്ലോ. പപ്പ, ഇത് കണ്ടോ? ഇത് ആഹാ, എന്താ ഇത്? കുട്ടികളാണല്ലോ. ഇതാര് വാങ്ങി തന്നെ? അമ്മ വാങ്ങി തന്നതാ. അപ്പോഴാ അമ്മ പറയുവാ നാളെ ഇവിടെ ഉത്സവമാണെന്ന്. ആണോ? പാറുക്കുട്ടിക്ക് അപ്പോട്ടൻ എന്താ വാങ്ങി തരണ്ടേ? എനിക്ക് കുപ്പിവള വാങ്ങി തരുമോ അപ്പോഴാ? പാറുക്കുട്ടിക്ക് കുപ്പിവള ഇഷ്ടാണോ? എനിക്ക് ഇഷ്ടാ. അങ്ങനെയാണെങ്കിൽ ഏത് കളർ കുപ്പിവളയാ വേണ്ടേ? എനിക്ക് ഏത് കുപ്പിവളയാ രസം ഉണ്ടാവുന്നേ അപ്പോട്ടാ? പാറുക്കുട്ടിക്ക് എല്ലാ കളറും രസം ഉണ്ടായിരിക്കും. പാറുക്കുട്ടി സുന്ദരിയല്ലേ? ആണോ? പിന്നെ എങ്കിൽ അപ്പോട്ടിന് ഇഷ്ടമുള്ള കളർ വാങ്ങിക്കോ. അപ്പോട്ടിന് ഇഷ്ടമായ പാറുക്കുട്ടിക്കും ഇഷ്ടാവുമല്ലോ. ആണോ? അതെന്താ അങ്ങനെ? എന്താന്ന് വെച്ചാ
അപ്പോട്ടനല്ലേ എന്റെ ഭർത്താവ്. അയ്യോ ആണോ? ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ എല്ലാരോടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോട്ടനാ എന്റെ ഭർത്താവെന്ന്. അയ്യോ കൊച്ചു കള്ളി. അപ്പോട്ടൻ വലിയതായ എന്നെ തന്നെ കല്യാണം കഴിക്കണം. എന്റെ പാറുക്കുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കൂ ഞാൻ. പപ്പ ഇത് കൊള്ളാവോ? പപ്പ കൊള്ളാലോ. പപ്പ ഇത് എന്താലോചിച്ചിരിക്കുക? ഏയ് ഒന്നുമില്ല, മോള് പോയി മുത്തശ്ശീനെ വള കാണിക്കേ. ഓക്കെ പപ്പ. മുത്തശ്ശി ഇത് കണ്ടോ, കുപ്പി വള മേടിച്ചല്ലോ. ആഹാ, ഇപ്പൊ സുന്ദരി കുട്ടിയായല്ലോ. അയ്യോ അപ്പച്ചി മുത്തശ്ശിക്ക് വാങ്ങിയില്ലേ കുപ്പിവള? അയ്യോ അപ്പച്ചി മുത്തശ്ശിക്ക് കുപ്പിവള ഇഷ്ടമാണോ? പിന്നെ എങ്കിൽ നമുക്ക് നാളെ പോയിട്ട് വാങ്ങാം കേട്ടോ. ഓക്കേടി കുറുമ്പി. കൊച്ചമ്മേ മോൾക്കൊന്ന് ഫുഡ് കൊടുക്കണേ. ഞാൻ ഈ പാലൊന്ന് കൊടുത്തിട്ട് വരാം. കൊടുത്തിട്ട് പോവാന്ന് വെച്ചാ ലേറ്റ് ആവും. അവൾക്കാണ് വിശക്കുന്നുണ്ടാവും. ഒന്ന് കൊടുക്കണേ കൊച്ചമ്മ. അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട കൊച്ചമ്മ, ഇനി നിന്നാൽ ലേറ്റ് ആവും. ഇപ്പൊ ചെന്ന ഭാസ്കരേട്ടനെ കിട്ടും, അല്ലെ ഭാസ്കരേട്ടൻ കട അടച്ചു പോകും. പിന്നെ ഉച്ചയ്ക്ക് അങ്ങേ കാണാൻ പറ്റുള്ളൂ. അവളും അവളുടെ ഒരു ഭാസ്കരേട്ടനും. കൊടുത്തിട്ട് വരാം കൊച്ചമ്മ. മോളും അപ്പച്ചി മുത്തശ്ശി പാപ്പം തരും, കഴിക്കണേ. വേണ്ട, എനിക്ക് മമ്മ തന്നാ മതി. അയ്യോ മമ്മക്ക് പാല് കൊടുക്കാനുണ്ടല്ലോ, വരുമ്പോഴേക്ക് ലേറ്റ് ആവില്ലേ? എങ്കിൽ ഞാനുണ്ടല്ലോ മമ്മേന്റെ കൂടെ പാല് കൊടുക്കാൻ. അയ്യോ ഒരുപാട് ദൂരം നടക്കാനുണ്ട്, മോളുടെ കാല് വേദനിക്കില്ലേ? ഇല്ല ഞാനുണ്ടല്ലോ. കൺമണി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? പപ്പ എനിക്ക് മമ്മ തന്നാ മതി ഫുഡ്. ഇങ്ങനെ വാശി പിടിക്കാതെ കൺമണി, പാപ്പ തരാലോ ഫുഡ്. മമ്മ പാല് കൊടുത്തിട്ട് വരട്ടെ. വേണ്ട പപ്പ, എനിക്ക് മമ്മ തന്നാ മതി. മോളു മമ്മയുടെ പൊന്നല്ലേ, മമ്മ ഇത് കൊടുത്തിട്ട് വരാം. ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോ ഒരുമിച്ച് കഴിക്കാം. നല്ല കുട്ടിയല്ലേ മമ്മ പറയുന്നത് മോള് കേക്കില്ലേ? ശരി, പെട്ടെന്ന് വരണേ. ഓ മമ്മ പെട്ടെന്ന് വരാലോ. പിന്നെ മമ്മ വരുന്ന സമയത്ത് മോൾ പാപ്പം കഴിച്ചിട്ടുണ്ടാവണം കേട്ടോ. ശരി, ഞാൻ കഴിച്ചോളാം. എങ്കിൽ മമ്മ പോയിട്ട് വരാം കേട്ടോ. ചെക്ക എത്ര കാലായിട നിന്നെ കണ്ടിട്ട്. ഒയ്യോ നീ ആകെ മാറിപ്പോയല്ലോടാ. ഓ സുഖല്ലേടാ നിനക്ക്? പിന്നെ എനിക്ക് സുഖം, നിനക്ക് സുഖല്ലേ? അല്ല എവിടെ നിന്റെ പുത്രി? കണ്ടില്ലല്ലോ. അവിടെ മീനുവിന്റെ പാറുവിന്റെ ഒക്കെ കൂടെ കാണുമായിരിക്കും. അവര് കൂട്ടായോ? പിന്നെ അല്ല മോനെ, എങ്ങനെയുണ്ട് നിന്റെ പ്രണയം? അല്ല നിന്റെ ബാല്യകാല സഖിയാണല്ലോ പാറു, അവള് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങളുടെ പ്രണയം എങ്ങനെ പോകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോടാ, അവൾക്ക് എന്നെ ഓർമ്മ പോലും ഇല്ല. അയ്യോ അതെന്തു പറ്റി? വന്ന കാലി നിൽക്കാതെ വന്ന് ചായ കുടിക്കടാ. കണ്ടില്ല ചെക്കൻ്റെ കോലം, ആകെ മെലിഞ്ഞുണങ്ങി. എടാ എന്നാ അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. ശരിടാ, നീ ചെന്ന് ചായ കുടിക്ക്, ഞാൻ അവളെ നോക്കിയിട്ട് വരാം. കോട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കര പൊന്നെറ്റിയിലോ പൊട്ടുതൊടാം, നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കോരിരുള്, വിങ്ങും നെഞ്ചൊടുക്കിൻ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല, ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടേ, മെല്ലെ പോയിട നീ വസന്തം കാത്തിരിപ്പൂ. നല്ല പാട്ടാണല്ലോ മമ്മ. മമ്മയ്ക്ക് നല്ലോണം പാട്ട് പാടാൻ അറിയാലോ. ആണോ? കൊള്ളാവോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളെ കൺമണി, എന്താ പാപ്പ? മനുമാമ വന്നിട്ടുണ്ട്, നിനക്ക് കാണണ്ടേ? അയ്യോ അനുമാമ വന്നോ? എനിക്ക് എന്താ കൊണ്ടുവന്നേ? നീ തന്നെ ചോദിച്ചു നോക്ക്. പിന്നെ പാറു പാട്ട് കൊള്ളായിരുന്നു. താങ്ക് യു. എന്താണ് മോളെ? എന്താ എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നില്ലേ? എനിക്ക് ജലദോഷമായിട്ട് മൂക്കടഞ്ഞിരിക്കുക. അവിടെ ഒരു കോമഡി. സത്യം പറഞ്ഞോ, നിങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിലെന്താ?
അത് തന്നെയാ ഞാനും ചോദിച്ചേ. ഒന്ന് പൂടി ചിലക്കാതെ ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമല്ല, കിച്ചേട്ടന് നിന്നോട് എന്തോ ഉണ്ട്. നീ പോയി വല്ല പണി നോക്കിക്കേ. ചുമ്മാ ഇരുന്ന് തോന്നിയാസം പറയൂ. ഓ ഇതിപ്പോ തോന്നിയാസം ശരിയാക്കി തരാൻ മോളെ. ഞാൻ കയ്യോട് പിടി കൂടും ഒരു ദിവസം. മീനു അവിടെ നിൽക്കേ, ഒരു കാര്യം പറയാണ്ട് എനിക്ക്. നീ ചുമ്മാ കിച്ചേട്ടനെ എന്നെ വെച്ച് ഓരോന്ന് പറയണ്ട. അവർക്ക് ഒരു മോളുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് എന്നോടൊരു ഇഷ്ടമുണ്ടോയെന്ന് പോലും അറിയില്ല. അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവരോട് ഒന്നുമില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ അപ്പുവേട്ടനാ. അപ്പുവേട്ടനാ? അതാരാ? എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ്. എന്നിട്ട് എവിടെ കക്ഷി? അറിയില്ല. അതെന്താ അറിയാത്ത? എനിക്കറിയില്ല എവിടെയാണ്. ഈ പാറുപ്പി കരയാണോ? അറിയില്ല വീണ്ടും അപ്പുവേട്ടൻ എവിടെയാണ്. പലരും പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞു കൊച്ചുണ്ടെന്നൊക്കെ. എനിക്കറിയില്ല ശരിക്കും. എൻ്റെ അപ്പേട്ടന് എന്നെ വിട്ട് അങ്ങനെ ഇല്ല. എൻ്റെ അപ്പേട്ടനെ മറക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അന്വേഷിക്കാത്ത. എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ അപ്പേട്ടൻ വരികയാണെങ്കിൽ ഞാൻ അപ്പേട്ടൻ്റെ കൂടെ പോകും. ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. പിന്നെ നീ കിച്ചേട്ടനെ എന്നെ വെച്ച് ചുമ്മാ ഓരോന്ന് പറയുണ്ടാക്കരുത്. എനിക്കതൊന്നും ഇഷ്ടമല്ല. സോറി പാറു, ഞാൻ അറിയാതെ. സാരില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ രണ്ടിനെയും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട് എത്ര നാളായി. ശരിയാ ആൻറ്റി, ഞാൻ വരുമ്പോൾ ഇവൻ ഉണ്ടാവില്ല, ഇവൻ വരുമ്പോൾ ഞാനും ഉണ്ടാവില്ല. ആ ശരിയാവുമല്ല, ബിസിനസ്സൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. നിങ്ങളുടെ ബിസിനസ് എനിക്കത് കേൾക്കുമ്പോഴേ ഇങ്ങനെ ചൊറിഞ്ഞു കയറും. അല്ലെ ഈ നാട്ടിൽ നിന്ന് വല്ല ജോലിയും ചെയ്താൽ പോരെ? എൻ്റെ ആൻറ്റി, നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ബിസിനസ് മൈൻഡ് മനസ്സിൽ കയറിയാൽ പിന്നെ മതി നിങ്ങളുടെ ഓരോ ബിസിനസിന്റെ കാര്യങ്ങൾ. എനിക്കതൊന്നും കേൾക്കണ്ട. എവിടെ കൊച്ചു കാന്താരി? പാറുവിന്റെ കൂടെ തന്നെ ഉണ്ട്. അവൾക്കൊരു സുഖവും കൊടുക്കുന്നില്ല. അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പാറുവിനെ. മമ്മ എന്നാണല്ലോ വിളിക്കുന്നേ. അതെ. അല്ല, നിങ്ങൾക്കൊന്നും കല്യാണം കഴിക്കണ്ടേ പിള്ളേരെ? എത്ര വയസ്സായെന്ന് വല്ല ബോധമുണ്ടോ? കല്യാണമൊക്കെ കഴിക്കണം. അല്ല, എന്താടാ നീ ഇങ്ങനെ പറയുന്നത്? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇപ്പോ കണ്ടുവച്ചിട്ടില്ല, വേണമെങ്കിൽ ഞാൻ കണ്ടുവെക്കാം. ഒരൊറ്റ അടി അങ്ങ് തരും. ഏതേലും മദാമ്മമാരെ കൊണ്ടുവന്നുണ്ടല്ലോ. അയ്യോ, നമ്മളില്ലേ, അമ്മ എന്നെ അങ്ങ് നോക്കിക്കോ. എന്തായാലും നോക്കണം. ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരെ കിട്ടാനില്ല. ശരിയാ. പെണ്ണ് കിട്ടാതിരിക്കൊന്നുമല്ല അമ്മ. അഥവാ എനിക്ക് കിട്ടിയില്ല, ഇവിടെ ഉണ്ടല്ലോ രണ്ടെണ്ണം, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അവൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അവരിവിടെ ഉള്ളപ്പോ നമ്മൾ പുറത്തുനിന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആൻറ്റി, അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്തൊരു കുറവ്. അയ്യോ, അവർക്ക് എന്ത് കുറവാ? എനിക്ക് ഇഷ്ടമാണ് രണ്ടുപേരെ. പിന്നെ കല്യാണം കഴിക്കുന്നത് നിങ്ങളായതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ടതുള്ളൂ. അയ്യോ അമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. സമയമുണ്ടല്ലോ കല്യാണമൊക്കെ കഴിക്കാൻ. ഇപ്പൊ തന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കൊണ്ട് ടെൻഷൻ അടിക്കുന്നത്? കണ്ടോ തെണ്ടിച്ചേക്കൻ, ഇവൻ ഇങ്ങനെ തന്നെയാ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ആദ്യം അങ്ങ് കുതിപ്പിക്കും, പിന്നെ ആ പരിസരത്തോട്ട് വരില്ല. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ കൊച്ചുകുട്ടിയാണ് അമ്മ. എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഒരു കൊച്ചുകുട്ടി വന്നേക്കുന്നു. അല്ല മോനെ, നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല അമ്മ. എന്താ മോളെ? ഇത് കണ്ടോ? എന്റെ ചപ്പല് പൊട്ടിപ്പോയല്ലോ. അയ്യോടാ, എന്റെ കൊച്ചിന്റെ ചപ്പലിപ്പ് എങ്ങനെയാ പൊട്ടിപ്പോയേ? അതില്ല മാമ, ഞാനും മീനുവും മമ്മയും കൂടെ ഓടി കളിച്ചതാ. അപ്പൊ മോള് വീഴാൻ പോയി. അപ്പൊ ചപ്പലും പൊട്ടിപ്പോയി. സാരമില്ല, നമുക്ക് വേറെ വാങ്ങാം. എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് വാങ്ങിട്ട് വരാം പപ്പാ. നാളെ പോയ പോരെ? ഇല്ല, മോൾക്ക് ഇന്ന് തന്നെ പുതിയ ചപ്പല് വേണമല്ലോ. എങ്കിൽ വാ, പാപ്പ റെഡിയാക്കി തരാം. ഇല്ല പപ്പ വേണ്ട, മമ്മ റെഡിയാക്കി തന്നാ മതി. ശരി, എങ്കിൽ പോയി റെഡി ആയിട്ട് വാ. പിന്നെ പപ്പ, നമ്മൾ പോകുമ്പോ നമുക്ക് മമ്മയും കൂടെ കൊണ്ടുപോയാലോ? അത് മോളെ. പപ്പയിന് നോ പറയണ്ട. മോളും മമ്മയും പപ്പയും കൂടെ ചപ്പല് വാങ്ങാൻ പോകുന്ന. കൊച്ചിന്റെ ആഗ്രഹമല്ലേ, 3 പേരും പോയിട്ട് വാ. അതല്ലമ്മ, അവള് വരും. അവള് വന്നില്ലേ നിന്റെ മോൾ അവളെ വരുത്തില്ലേ? നീ ചെന്ന് റെഡി ആവണം. ഓൾ ദി ബെസ്റ്റ്. അല്ല, ചെറിയൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ അത് കേട്ടു. എന്തിനാ ഇപ്പൊ ഓൾ ദി ബെസ്റ്റ്?
അതല്ല, നിങ്ങളിപ്പോൾ ഒരുമിച്ച് ഒരു സ്ഥലത്തോട്ട് പോകുന്നതല്ലേ, അപ്പോൾ ഒരു ഓൾ ദി ബെസ്റ്റ് ഇരുന്നോട്ടെ എന്ന് കരുതി. അതിനിപ്പോൾ ഓൾ ദി ബെസ്റ്റിൻ്റെ കാര്യം എന്താ? അല്ല, നിങ്ങൾ പഴയ കാമുക നീ മിണ്ടരുത്. നീ കുറേ സമയം കൊണ്ട് ഇതന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ. എടാ, അവൾക്ക് എന്നെ ഓർമ്മ കൂടെ ഇല്ലടാ. എൻ്റെ മെക്കോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. എല്ലാം നീയായിട്ട് വ്യക്തി വെച്ചതാ. ഞാനോ? പിന്നല്ലാണ്ട് അവൾക്ക് കുഞ്ഞുനാളിലെ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിനക്കറിയാം. നിനക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ പെട്ടെന്ന് നിൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ പെട്ടിയും കിടക്കെടുത്ത് അമ്മയും കൂടി ഇട്ട് പോയതല്ലേ നീ. എടാ, തെറ്റേതാ ശരിയേതാന്നറിയാത്ത ആ കാലത്ത് അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ അമ്മയെ പോലും നോക്കാതെ പോയി. അത് എൻ്റെ തെറ്റാ. പക്ഷേ അപ്പോഴും ഞാൻ അമ്മയും പാറുവിനെയൊന്നും ഉപേക്ഷിച്ച് പോയതല്ലല്ലോ. നീ എന്താ അത് മനസ്സിലാക്കാത്ത? ആ വീട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഐ തിങ്ക് അവൾക്ക് എന്നെ ഇഷ്ടമല്ലടാ. അല്ലെങ്കിൽ പിന്നെ അവൾ എന്നെ കണ്ട മനസ്സിലാക്കേണ്ടതല്ലേ. അവൾക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അവളുടെ അപ്പുവേട്ടനെ അവൾക്ക് ഇഷ്ടം. നീ എന്താ പറഞ്ഞു വരുന്നത്? അതേടാ, അവൾ ഇന്നലെ മീനുവിനോട് കരഞ്ഞ് പറയുന്നത് ഞാൻ കേട്ടതാ. എടാ, ശരിക്കും അവൾ അങ്ങനെ പറഞ്ഞോ? ആടാ, ആ പഴയ അപ്പുവേട്ടൻ അവളുടെ മനസ്സിൽ ഇപ്പോഴും. അതല്ല, ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്നത് അവൾ കേട്ടതല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്നെ മനസ്സിലാവാതിരിക്കുന്നത്? എടാ പൊട്ട, അവളന്ന് കുഞ്ഞല്ലേ. നിന്നെ ഓർമ്മയില്ലാത്തതുപോലെ അമ്മയെ ഓർമ്മ കാണത്തില്ല. അല്ല, എന്നാലും അവൾ അമ്മയെന്നാണല്ലോ വിളിക്കുന്നത്. അന്നും അവൾ അമ്മയെന്നല്ലേ വിളിച്ചേ. നീ ചുമ്മാ നെഗറ്റീവ് അടിക്കണ്ട. അതിന് ഓർമ്മയില്ലാഞ്ഞിട്ടാ. അതിന്നലെ എന്തുവരെ കരഞ്ഞെന്നറിയോ? എന്തായാലും ഈശ്വരനായിട്ടാ കൺമണിയിലൂടെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന. ഇതെന്തായാലും ഇതിനെപ്പറ്റി അവളോട് നീ ചോദിക്ക്. അയ്യോ, എനിക്ക് പേടിയാ. എങ്കിൽ പിന്നെ നീ പേടിച്ച് പേടിയിരിക്കും. എടാ, അങ്ങനെയല്ല. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് ആൻറ്റിയോട് ചോദിക്കുക. ആൻറ്റി എന്താ പറയുന്നത് അതുപോലെ ചെയ്യും. എങ്കിൽ പിന്നെ ഒരു സപ്പോർട്ടിന് നീയും കൂടെ വേണം. ശരി, നടക്ക്. അമ്മ. അല്ല, നീ റെഡി ആയില്ലേ? പോകുന്നില്ലേടാ? ആ, പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു അമ്മ. എന്താ രണ്ടും കൂടെ പരുങ്ങുന്ന? എന്താ നിങ്ങൾക്ക് സംസാരിക്കാല്ല? അത് ആൻറ്റി, പാറുവിൻ്റെ കാര്യം. ഓ, ഇപ്പോഴാണോ സമയം കിട്ടിയേ? വന്നിട്ട് 2 ദിവസമായി. ഞാൻ ആലോചിക്കായിരുന്നു എന്താ അവളെ കുറിച്ചൊന്നും ചോദിക്കാത്തേന്ന്. ഇരിക്ക് രണ്ടും. അമ്മ, പാറുവിന് എന്നെ ഓർമ്മയില്ലാന്ന് തോന്നുന്നു. അവൾ എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. നിന്നെ മാത്രമല്ലട, എന്നെ അവൾക്ക് ഓർമ്മയില്ല. അന്ന് അവൾ കുഞ്ഞല്ലായിരുന്നു. പിന്നെ ഞാനാണെ ഓർമ്മപ്പെടുത്താനും പോയില്ല. നീ വന്നിട്ട് നിനക്കായി ഇഷ്ടമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ മതിയല്ലോ എന്ന് ഞാനും കരുതി. നീ വന്നപ്പോഴേ നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് അവളോട് ഇപ്പോഴും ആ പഴയ ഇഷ്ടമുണ്ടെന്ന്. പക്ഷെ അവൾക്കതുണ്ടോയെന്ന് അമ്മയ്ക്കറിയില്ല. അതാ പിന്നെ. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആൻറ്റി പേടിക്കേണ്ട. അവൾക്ക് അവളുടെ പഴയ അപ്പൂട്ടനെ ഇപ്പോഴും ഇഷ്ടമാണ്. ആണോ? അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഞാനും അവളുടെ അമ്മയും കുഞ്ഞുനാളെ പറയായിരുന്നു ഇവർ വലുതാകുമ്പോൾ ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന്. അല്ലമ്മ, അവളെങ്ങനെയാ ഇവിടെ എത്തിയേ? ആൻറ്റിക്ക് എന്താ സംഭവിച്ചത്? നീ അന്ന് നിന്റെ അച്ഛനെ കൂടെ പോയില്ലേ? അതിനുശേഷം അവളിവിടെ ഭയങ്കര കരച്ചിലും വേളമായിരുന്നു. എല്ലാവരോടും നടന്ന് പറയായിരുന്നു അപ്പോഴത്തിന് അവളെ ഇട്ട് പോയിന്ന്. പിന്നെ ഞാൻ ആശ്വസിപ്പിക്കുമ്പോൾ കുറച്ച് സമയം നല്ലതുപോലെ ഇരിക്കും, പിന്നെ വീണ്ടും തുടങ്ങും കരച്ചിൽ. പിന്നെ അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. അപ്പോഴാണ് താരമോളെ കാണാണ്ടായത്. അതിൽ ഭാസ്കരന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാലോ താരമോളെയും പാറുവിനെയും എത്രത്തോളം ഇഷ്ടമായിരുന്നു അവനെന്ന്. അവന് അറിയായിരുന്നു താരമോള് എങ്ങോട്ടാ പോയെ, ആരുടെ കൂടെയാ പോയെന്ന്. അപമാനം സഹിക്കാൻ വയ്യാഞ്ഞിട്ടോ വിഷമം സഹിക്കാൻ വയ്യാഞ്ഞിട്ടോ എന്ന് അറിഞ്ഞൂടാ. അവൻ്റെ ബുദ്ധിമോശത്തിന് അവന് അന്ന് രാത്രി ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നു. അതിൽ വിഷം കലർത്തി 3 പേരും ഒരുമിച്ച് പോകണമെന്നായിരുന്നു അവനാഗ്രഹം. പക്ഷേ ഈശ്വരൻ വിളിക്കുമ്പോഴല്ലേ പോകാൻ പറ്റൂ. പാറുകുട്ടി രക്ഷപ്പെട്ടു. ആ സമയത്താണ് ഞാൻ പാറുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അന്ന് അവള് 9ലാണ് പഠിക്കുന്നത്. എനിക്ക് പറ്റുന്ന പോലെ നല്ല രീതിക്ക് ഞാൻ അവളെ പഠിപ്പിച്ചു. 9ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഓർമ്മയില്ലാതിരിക്കുന്നത്? നീ പോയി 1 വർഷം കഴിഞ്ഞപ്പോഴേ അവരിവിടുന്ന് നാട് വിട്ടു പോയി. അന്ന് അവൾക്ക് ഏറി വന്ന ഒരു 5 വയസ്സ് കാണുമായിരിക്കും. അവിടെ വെച്ചാ ഇതൊക്കെ സംഭവിച്ചേ. നമ്മുടെ അടുത്താണെങ്കിൽ ഒരിക്കലും അവർക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അവൾക്ക് നിന്നെ ഓർമ്മയില്ലാഞ്ഞിട്ടല്ലടാ, നീയാണ് അപ്പൂന്ന് അറിയാഞ്ഞിട്ടാ. നീ അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ, ഒത്തിരി മാറിയില്ലേ? പക്ഷേ പാറു അന്നും ഇന്നും ഒരുപോലെ തന്നെ അമ്മ. അതെ, അവൾക്കൊരു മാറ്റം വന്നിട്ടില്ല. എന്നിട്ട് ഈ കാര്യമൊക്കെ എന്താ അമ്മ എന്നോട് പറയാതിരുന്നേ? നീ ചോദിക്കട്ടെ എന്ന് കരുതി. എനിക്കറിയില്ലല്ലോ നിനക്ക് അവളെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്. അല്ല ആൻറ്റി, ഈ ഗുളികയും മരുന്നുമായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഇതൊക്കെ ഒഴിവാക്കി പഴയ പോലെ ആവണ്ടേ? വേണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റും. ആൻറ്റിക്കേ പറ്റും ഇതിന്. ആൻറ്റി ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിച്ച് ഒരു മൂലയിൽ പോയി ഇരുന്നിട്ടല്ലേ ഈ ഗുളികയുടെ മരുന്നിൻ്റെ ഒന്നും ഒരാവശ്യം ഇപ്പം ആൻറ്റിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് എന്താണ് തോന്നുന്നത്? ശരിയാടാ,
അമ്മയ്ക്കിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. പോയവരൊക്കെ പോയി അമ്മ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സങ്കടം കാണും എന്ന് വെച്ച് ലൈഫ് ലോങ് ഇങ്ങനെ അതൊന്നും ശരിയാവില്ല അമ്മ. ഇങ്ങനെ മൂലയിലിരിക്കാനാണെങ്കിൽ അമ്മയും അച്ഛനും മരിച്ചു പോയാൽ നമ്മുടെ പാറുമൊക്കെ എങ്ങനെ ഇരിക്കണം? ആ മോനെ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ആൻറ്റിയുടെ ഈ പേടി അങ്ങ് മാറാനേ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് ആൻറ്റി പഴയ പോലെ ചാടിത്തുള്ളി നടക്കണം. ഡോക്ടറൊക്കെ കാണിക്കാം. നീ ഇപ്പോൾ റെഡി ആയിട്ട് പോകാൻ നോക്ക്. നിന്റെ കുറുമ്പി ഒരുപാട് സമയമായല്ലോ റെഡി ആവാൻ പോയിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കൺമണി ഈ ലോകത്തുള്ള സകലമായ സൂപ്പിൻ്റെയും പത ഉപയോഗിച്ച് നമ്മുടെ പാറുവിനെ ഒന്ന് പതപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആ പതയെ തന്നെ നമ്മുടെ പാറു തലയും കുത്തി വീണിട്ടുണ്ട്. അല്ലെങ്കിലും പതപ്പിക്കാനും പതയെ തന്നെ ആൾക്കാരെ വീഴ്ത്താനും നമ്മുടെ കൺമണിക്ക് വല്ലാത്തൊരു കഴിവുണ്ട്. നിങ്ങൾ റെഡിയായോ? എങ്കിൽ നമുക്ക് പോവാം. അവര് പോകുമ്പോൾ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലായിരുന്നു പരസ്പരം. പക്ഷെ കൺമണി സംസാരിക്കുന്നുണ്ട്. സാധനമൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴും ഇത് തന്നെ അവസ്ഥ. അവര് പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിലും കൺമണി പപ്പയോടും അമ്മയോടും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. മനു എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ചെന്ന് സംസാരിക്കടാന്ന് ബ്രെയിന് പറയുമ്പോൾ അയ്യോ എന്നെ കൊണ്ടാവൂലേന്ന് മനസ്സും പറയുന്നു. അങ്ങനെ സമയം കടന്നുപോയി. ഇതിനിടയിലും കൺമണി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ സംസാരം കേൾക്കാതായപ്പോഴാണ് മനസ്സിലായേ ആളവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. മനുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരുപാട് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ കിച്ചു അങ്ങോട്ട് തുടങ്ങി. പാറു, എന്താ? എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞോളൂ. അത് പാറു, എനിക്ക് എന്ത് നോക്കിയിരിക്കാ പിള്ളേരെ? എനിക്ക് വീട്ടിൽ പോകാൻ നോക്ക്. പ്രപ്പോസൽ സീനൊക്കെ ഇനി അടുത്ത പാർട്ടിലാ.